കഴിഞ്ഞ ദിവസം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ്റെ ഒരു പ്രസ്താവന നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. CPM ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവർക്ക് ജയിച്ചു കയറുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അവരുടെ ദേശീയ പാർട്ടി പദവി അത് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെടാതെ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒന്നും ആകരുത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് രാഷ്ട്രീയ കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്ന് CPI ഉണ്ട്, CPM ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, RSP ഉണ്ട്, അത്തരത്തിലുള്ള ഇന്ത്യയിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ എന്തായി? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് കാണുന്ന ശോഷിച്ച അവസ്ഥയിലായിരുന്നു. അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിശോധന AK ബാലൻ്റെ പ്രസ്താവനയുടെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് നടത്താവുന്നു. 51-52 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് സംഘടനാപരമായിട്ട് വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് അവർ മാറുകയാണ്. നമുക്കറിയാം 49 സീറ്റുകളിൽ മാത്രമാണ് CPI എന്ന് മത്സരിക്കുന്നത്. അത് ആ സമയത്ത് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലേ? കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ളൊരു സംശയമൊക്കെ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെയൊക്കെ അന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് വിട്ടു നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല ആന്ധ്രയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരോധിക്കപ്പെട്ട സമയമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അജയ് ഘോഷൊക്കെ വന്ന സമയത്ത് കൽക്കട്ട TCS ഒക്കെ വന്നപ്പോഴാണ് ജനാധിപത്യത്തിലേക്ക് വരാമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നൊക്കെ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊടുന്നനെയാണ് അവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അവർക്ക് സ്വാധീനമുള്ള 49 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. കേരളത്തിൽ ഉൾപ്പെടെ ആന്ധ്രയിൽ ഉൾപ്പെടെയൊക്കെ മത്സരിക്കുന്നുണ്ട്. അതിൽ 16 സീറ്റുകൾ CPIക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടി, ഔദ്യോഗികമായി പ്രതിപക്ഷമാവാനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമല്ലെങ്കിൽ കൂടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയതും AK ഗോപാലനായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലയിടത്തും നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പേരിൽ PDF എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ച് അതിലാണ് മത്സരിച്ചത്. അതിൽ രവി നാരായണ റെഡ്ഡി എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് നെഹ്റുവിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലുടനീളം വേരുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്നു, മുംബൈയിലുണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു, ബീഹാറിലും UPയിലും ഉണ്ടായിരുന്നു. പിന്നീട് ബംഗാളിൽ പാർട്ടി വലിയ ശക്തി ആർജിച്ചു. നമുക്കറിയാം 52 കഴിഞ്ഞു, 57 തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കുറച്ചധികം സീറ്റുകളിൽ 100-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ തുടങ്ങി. അപ്പം 27-29 സീറ്റുകളിലേക്ക് എത്തി. 67 അതുപോലെ തന്നെ 27 സീറ്റുകളിലേക്ക് എത്തി. ഇങ്ങനെ ഘട്ടം ഘട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സീറ്റുകൾ പല ഇടങ്ങളിലും വർദ്ധിപ്പിച്ച് വരികയായിരുന്നു. പ്രത്യേകിച്ച് നെഹ്റുവിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ നെഹ്റുവിനെതിരെ വിമർശനം ഉന്നയിക്കാനും പാർലമെൻറ്റിനകത്തും പുറത്തും നെഹ്റുവിൻ്റെ നയങ്ങളെ പ്രതിരോധിക്കാനുമൊക്കെ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ വലിയൊരു പ്രതിപക്ഷ പാർട്ടിയായി ഇന്ത്യയിലുടനീളം ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും നെഹ്റുവിന് ബദലാവാനും ഒക്കെ ശ്രമിച്ചൊരു പാർട്ടിയാണ്. ഈ പാർട്ടി പിന്നീട് എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പുണ്ടാവും. സോവിയറ്റ് യൂണിയൻ്റെ നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് സ്വീകരിക്കേണ്ട നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ഉള്ള സഹകരണവുമായി ബന്ധപ്പെട്ടൊക്കെ CPIക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പാർട്ടി പ്രശ്നം പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിക്കുന്നു. CPIയും CPMുമായി മാറുന്നു. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശോഷിപ്പിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ 1964 പിളർപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശോഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം CPIയും CPMും ആയതോടുകൂടി ചിലയിടങ്ങളിലൊക്കെ CPMന് സ്വാധീനമുണ്ടായി, ചിലയിടങ്ങളിൽ CPIക്ക് സ്വാധീനമുണ്ടായി. 1996 CPMന് ഒരു സുവർണാവസരം വന്ന് കയ്യിൽ വീണിരുന്നു. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം സ്വീകരിക്കാനുള്ള അവസരമായിരുന്നു.
അന്ന് 52 സീറ്റുകൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു, 32 സീറ്റുകൾ CPM ഒറ്റയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലൊക്കെ CPM സർക്കാരിൻ്റെ നേതൃത്വത്തിലേക്ക്, അതായത് പ്രധാനമന്ത്രിയാവാൻ ജ്യോതി ബസുവിനെ തീരുമാനിച്ചു. അന്ന് CPM അതിനെ തട്ടിക്കളഞ്ഞു. നയപരമായ കാരണങ്ങൾ അതിനുണ്ട്. പക്ഷേ ചരിത്രപരമായി പരിശോധിച്ചാൽ CPM എടുത്തൊരു മണ്ടത്തരം ആയിരുന്നു, അല്ലെങ്കിൽ മണ്ടൻ തീരുമാനമായിരുന്നു. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനത്തെ തട്ടിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് പ്രധാനമന്ത്രി പദം CPM സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ടാക്കാനും സംഘടനാപരമായി വളർച്ച ഉണ്ടാക്കാനും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വേരോട്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് പുറത്തും അവർക്ക് സംഘടനയെ വളർത്താൻ വേണ്ടിയും സംഘടനയെ പരിചയപ്പെടുത്താനുമുള്ളൊരു അവസരം ആയിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് അന്ന് 96-ൽ പ്രധാനമന്ത്രി പദം സ്വീകരിക്കാത്തത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളതാണ്. 1952 മുതൽ തന്നെ ഇന്ത്യയിൽ ആകെ ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഏക പാർട്ടി CPM ആണ്. ഇപ്പം നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളെപ്പോലും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചിരുന്നു. അന്ന് 16 സീറ്റ് കിട്ടി പ്രതിപക്ഷത്തെത്തി. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു ബദൽ ശക്തിയായി വളരാൻ, സ്വതന്ത്രമായി വളരാൻ CPM-ന് അവസരമുണ്ടായിരുന്നു. പക്ഷേ സ്വതന്ത്രമായി വളരാനുള്ള അവസരം CPM ഉപയോഗപ്പെടുത്തില്ല. അന്നെടുത്തൊരു മറ്റൊരു മണ്ടൻ തീരുമാനം എന്നുള്ളത് മുന്നണി സംവിധാനത്തിലേക്ക്, മൂന്നാം മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് CPM പോയി എന്നുള്ളതാണ്. 64-ൽ CPM-ഉം CPI-യും പിളർന്നു. CPI കോൺഗ്രസിനൊപ്പം നിന്നു. CPM-ന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? സ്വതന്ത്രമായി പ്രസ്ഥാനത്തെ വളർത്താമായിരുന്നു. അങ്ങനെ സ്വതന്ത്രമായി പ്രസ്ഥാനം വളർത്തുന്നതിൽ CPM ശ്രദ്ധിച്ചില്ല. ബീഹാറിലും UP-യിലും ആന്ധ്രയിലുമൊക്കെ ഒരു മുന്നണി സംവിധാനത്തിന് വേണ്ടി ശ്രമിച്ചു. ഈ മുന്നണി സംവിധാനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ സ്വതന്ത്രമായി സംഘടനാ സംവിധാനം വളർത്താനുള്ള ഒരു അവസരം CPM പലയിടങ്ങളിലും നശിപ്പിച്ചു. അതാണ് CPM അന്നെടുത്തൊരു മറ്റൊരു മണ്ടൻ തീരുമാനം. അതും CPM-ൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു തടസ്സമായി. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. നയപരമായ പല കാരണങ്ങളും അന്നും ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും ചൈനയുമായിട്ടുള്ള നിലപാടുകൾ, കോൺഗ്രസുമായിട്ടുള്ള നിലപാടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ ഇടതുപക്ഷ ഐക്യത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏകോപനത്തിനും ലയനത്തിനുമൊക്കെ പല അവസരവും ഉണ്ടായിരുന്നു. ഇന്ത്യയിലൊരു ബദൽ ശക്തിയായി വളർന്നു വരാൻ ഇപ്പോൾ RSP പോലുള്ള പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക് പോലുള്ള പാർട്ടി, CPI, CPM, പിന്നീട് 67-ലും 69-ലും ഒക്കെ ഉണ്ടായിട്ടുള്ള CPI, ML പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു പോകാനുള്ള അവസരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. അത്തരത്തിലൊരു ലയനത്തിനും ഒരു ദേശീയമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലൊക്കെ വളർന്നു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും ശ്രമിച്ചില്ല. അതും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണ്. പലയിടങ്ങളിലും ചെറിയ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുകൾ ഇപ്പോഴും ഉണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഒരു ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലേക്ക് വളർന്നു വരാൻ അവർ ശ്രമിച്ചില്ല. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഓവർ കോൺഫിഡൻസിൻ്റെ കൂടി ഭാഗമാണ്. കാരണം അന്നൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട്, സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് CPI സ്വയം കരുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ലോകത്തെമ്പാടും വിപ്ലവം നടക്കുമെന്നും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും സ്വാഭാവികമായി വിപ്ലവം വരുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വരാത്ത വിപ്ലവത്തിന് വേണ്ടി കാത്തിരുന്നതും CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളർച്ചയ്ക്കും വിഘാതമായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ലാസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വർഗ സംഘടനത്തിൻ്റെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാസ്റ്റാണ്. ഈ ജാതി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടണം, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അതിനെങ്ങനെ അഭിമുഖീകരിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജാതി ഒരു യാഥാർത്ഥ്യമാണെന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. ഈ ക്ലാസ് ഇല്ലാതാവുന്നതോടുകൂടി, അല്ലെങ്കിൽ ക്ലാസ് പൊളിറ്റിക്സ് തന്നെ മതിയെന്നും ഈ ജാതി രാഷ്ട്രീയം ആവശ്യമില്ല എന്നും ജാതി രാഷ്ട്രീയം കൊണ്ട് നിലനിൽപ്പില്ല എന്നും, അതായത് ഒരു മാർക്സിയൻ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് UP-യിലും ബീഹാറിലും ഒക്കെ വേരോട്ടം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിന്നീടും അവിടെ ക്ഷയിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ക്ഷയിച്ചു പോയത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ 2007 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഒരു കറുത്ത അധ്യായമായിരുന്നു. ബംഗാളിൽ ഉണ്ടായിട്ടുള്ള കലാപം, നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ ഉണ്ടായ കലാപത്തിൽ, ആ കലാപത്തെ തുടർന്ന് 14 പേരാണ് അവിടെ മരിച്ചെന്ന് തോന്നുന്നു. ഈ കലാപം വലിയ തോതിൽ കർഷക വിരുദ്ധ പ്രസ്ഥാനമാണ് CPM എന്ന രീതിയിൽ പ്രചാരണമുണ്ടായി. ബംഗാളിൽ CPM തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM സീറ്റുകൾ നേടാൻ സാധിക്കാതെ CPM-ൻ്റെ ശക്തി ക്ഷയിക്കുന്ന 16 സീറ്റിലേക്കൊക്കെ CPM ചുരുങ്ങിപ്പോയി. അതായത് 2004-ൽ ഒന്നാം UPA സർക്കാരിനെ പിടിച്ചു നിർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും 2009 ആകുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാവുന്ന, അല്ലെങ്കിൽ ശക്തി ക്ഷയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പ്രധാനപ്പെട്ട കാരണം നന്ദിഗ്രാമും സിംഗൂരുമാണ്. മറ്റൊന്ന് സ്വാഭാവികമായിട്ടും UPA സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചത്, ആണവ കരാറിൻ്റെ പേരിൽ പിന്തുണ പിൻവലിച്ചതും ഒരു അനാവശ്യ കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നു.
തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ചു, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ തുടങ്ങി. ഈ സമയത്ത് ആഗോളവത്കരണവും കോർപ്പറേറ്റ് മൂലധനങ്ങൾ സ്വീകരിക്കാനും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ സമയത്തും കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരായിരുന്നു CPM. മാത്രമല്ല ആഗോളവത്കരണത്തിനും എതിരായിരുന്നു. ഇന്നിപ്പോൾ പല നയങ്ങളിലും, ഇപ്പോൾ വിദേശ സർവകലാശാല വിഷയത്തിലാണെങ്കിലും ADB വായ്പ സംബന്ധിച്ചൊക്കെ CPM നയം മാറ്റി. അപ്പം അന്ന് ആ നയം മാറ്റിയിരുന്നില്ല. അത് CPM പോലൊരു പ്രസ്ഥാനം ആഗോളവത്കരണത്തിന് എതിരായപ്പോൾ CPM ഒരു പഴഞ്ചൻ പ്രസ്ഥാനമാണെന്നും കാലത്തിനനുസരിച്ച് ഒരു മാറ്റവും വരുത്താത്ത യാഥാസ്ഥിക പ്രസ്ഥാനമാണെന്നുള്ള പ്രചാരണം ഉണ്ടായി. ശരിയോ തെറ്റോ എന്നുള്ളതെല്ലാം ഈ ആഗോള മൂലധന ശക്തികൾക്ക് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടതുണ്ടോ, സോഷ്യലിസ്റ്റ് നയങ്ങൾ തന്നെയാണോ, പൊതുമേഖലാ സ്ഥാപനങ്ങളാണോ വളരേണ്ടതെന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ CPMനെതിരെ വലിയ ഒരു പ്രചാരണം ഇത്തരത്തിൽ നടന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പോൾ കമ്പ്യൂട്ടർ വത്കരണത്തിനെതിരെ CPM നടത്തിയ സമരങ്ങളൊക്കെ ഈ ഒരു ആഗോളവത്കരണത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന മാറ്റങ്ങൾക്കും, ഈ മാറ്റങ്ങൾ നടക്കുമ്പോൾ ആ മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നു എന്നൊരു പ്രതിച്ഛായ CPM ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാരണങ്ങൾ കൂടി CPMൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ.